ഇന്ന് ജന്മാഷ്ടമിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പൂർവാധികം ശക്തിയോടുകൂടി ജന്മാഷ്ടമി ആഘോഷിക്കുന്ന നല്ലൊരു സുദിനമാണ് ഇന്ന്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിന് ജനങ്ങൾ രാവിലെ തന്നെ അവരവരുടെ വീടൊക്കെ വൃത്തിയാക്കി ദീപമൊക്കെ കൊളുത്തി ഭഗവാനെ ദർശിച്ച് എല്ലാവരും ഐശ്വര്യത്തോടു കൂടി വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകുന്നു. അമ്പലത്തിൽ വിശിഷ്ടമായ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന നല്ലൊരു ദിവസമാണ് ജന്മാഷ്ടമി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതതിന് ശേഷം കാഞ്ഞങ്ങാടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അവിടെ നമ്മൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള വഴിപാടുകളൊക്കെ നമ്മൾ കഴിച്ചു. നമുക്കും നമ്മളുടെ മക്കൾക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നമുക്കറിയുന്നവർക്കും ഒക്കെ നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടു കൂടി തന്നെ നമ്മൾ അമ്പലത്തിൽ നിൽക്കുകയും അതുകൂടാതെ അവിടുത്തെ എല്ലാ ചടങ്ങുകൾക്ക് കൂടാനും നമ്മൾക്ക് സാധിച്ചു. അങ്ങനെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ഓരോ വർഷവും ഇത്തരം ദിവസങ്ങളിൽ പൂർവാധികം ശക്തമായി തന്നെയാണ് ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വളരെയധികം കൂടുതൽ തന്നെയാണ് ആൾക്കാർ. നല്ല രീതിയിലുള്ള ആൾക്കാരാണ് ഇന്ന് ശ്രീകൃഷ്ണ മന്ദിരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വഴിപാടുകളുടെയൊക്കെ പ്രസാദങ്ങളും ഒക്കെ പല സമയത്തായി നമ്മൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല ഒന്നാന്തരം സദ്യ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും നന്നായിട്ട് ക്യൂ ഒക്കെ പാലിച്ച് പ്രശ്നങ്ങളും ഒച്ചപ്പാടുകളും ഒന്നുമില്ലാതെ ചെറിയ ചെറിയ ചാറ്റൽ മഴകളും അതിനിടയ്ക്ക് വെയിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും സംയമനം പാലിച്ച് എല്ലാവരും ഭക്ഷണങ്ങൾ ഒക്കെ വഴിപാട് പ്രസാദം ഒക്കെ കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും മടങ്ങുന്ന മനോഹര ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ ദിവസം. എല്ലാ ഭക്തജനങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചിരുന്നാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസികളുടെ നമ്മുടെയൊക്കെ വിശ്വാസം. ഓ നമോ നാരായണായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് കഴിച്ചുകൂട്ടാം. അതിൻ്റെയൊക്കെ നല്ല ഫലപ്രാപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസിയായ എൻ്റെയും വിശ്വാസം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി അവസരങ്ങളും നമുക്കൊരു ദൈവത്തുണ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമുക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും സന്തോഷം വന്നാലും സങ്കടം പറയാനും ഒക്കെ ഉള്ള നമുക്കൊരു വഴിയാണ് അമ്പലങ്ങൾ. അപ്പം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഏതൊരാളോടും നമുക്ക് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ഇറക്കി വെക്കുന്നത് സന്നിധിയിലാണ്. അതുപോലെ എന്നെപ്പോലെ ധാരാളം ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഇതുപോലെയുള്ള പൂജകളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഇരിക്കുക. ഉച്ച കഴിഞ്ഞ് ഇതുണ്ടോ ധാരാളം ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ അന്നദാനത്തിന് വേണ്ടിയുള്ള നീണ്ട ക്യൂകളാണ്. അങ്ങനെ എല്ലാവരും അന്നദാനമൊക്കെ കഴിച്ച് അന്നദാനമൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം സമയം വൈകുന്നേരമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് കുട്ടികളുടെ ഘോഷയാത്ര, വർണ്ണശബളമായ ഘോഷയാത്രയും കൂടിയുണ്ട്. ഇതൊക്കെ നമ്മളുടെ ആചാരങ്ങളും ഒക്കെ കുട്ടികളെ മറക്കാതെ ആ കുട്ടികളിലും കൂടെ നമ്മൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. എല്ലാ കുട്ടികളും സന്തോഷത്തോടു കൂടി തന്നെയാണ് തുള്ളിച്ചാടി നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ നല്ലൊരു അവസരമായിരുന്നു ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഭക്തർക്കും കണ്ണിനും കരളിനും ഒക്കെ നല്ലൊരു ഉണർവായ ഒരു ഘോഷയാത്ര തന്നെയാണ് വൈകുന്നേരം ടൗണിൽ ഉണ്ടായിരുന്നതും.